ഇന്ന് ഒരു ബുക്ക് റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ചേതൻ ഭഗത് എന്ന എഴുത്തുകാരൻ്റെ 400 Days. ഈ നോവൽ ഇറങ്ങിയിട്ട് കുറച്ചധികം നാളുകളായെങ്കിലും എനിക്കിപ്പോഴാണിത് വായിക്കാൻ അവസരം കിട്ടിയത്. അദ്ദേഹം എഴുതിയ മറ്റ് ചില പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ളത് വൺ നൈറ്റ് അറ്റ് കോൾ സെൻറ്റർ, 2 സ്റ്റേറ്റ്സ്, 5 പോയിൻറ്റ് സമ്മൺ, ഹാഫ് ഗേൾ ഫ്രണ്ട് എന്നിവയാണ്. 400 Days വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നോവലാണ്. അദ്ദേഹത്തിൻ്റെ വായനക്കാരിലധികവും യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്കിഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം കഥ രചിച്ചിട്ടുള്ളത്. ഇത് ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വികാരം ചേതൻ ഭഗത് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിറ്റക്റ്റീവിൻ്റെ കഴിവുകളും അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. സസ്പെൻസ്, മനുഷ്യബന്ധങ്ങൾ, സ്നേഹം, സൗഹൃദം, പ്രണയം, നമ്മൾ ജീവിക്കുന്ന ഭ്രാന്തൻ ലോകം, എല്ലാറ്റിനുമുപരിയായി തൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന ഒരു അമ്മയുടെ ദൃഢനിശ്ചയം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു കഥയാണിത്. പുസ്തകത്തിലുടനീളം അദ്ദേഹം സൂചനകൾ തന്നിട്ടുണ്ടെങ്കിലും ക്ലൈമാക്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. കുട്ടികൾ സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെടുകയും രക്ഷിതാക്കൾ സ്വയം പ്രതിരോധിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വർത്തമാനകാലത്താണ് പുസ്തകം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മൊത്തത്തിൽ കഥ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ദുഷ്ടലോകത്തെ തുറന്നു കാണിക്കുന്നു. ഈ പുസ്തകം വിനോദത്തിന് മാത്രമല്ല, അവബോധം സൃഷ്ടിക്കാൻ കൂടിയുള്ളതാണ്. ഗുരുഗ്രാമിലെ ഒരു പോർ സൊസൈറ്റിയിലാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ കേശവ് തൻ്റെ ഉറ്റ സുഹൃത്ത് സൗരഭിനും മാതാപിതാക്കളോടും കൂടി ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു. കേശവ് IPS എക്സാമിന് തയ്യാറെടുക്കുകയാണ്. സൗരഭ് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഉണ്ട്. കേശവ് ആലിയെ പരിചയപ്പെടുകയും അവൾ മുഖേന സമ്പന്നരായ അറോറ കുടുംബത്തിലെ മറ്റുള്ളവരെ അറിയുകയും ചെയ്യുന്നു. ആലിയയുടെ മകൾ 12 വയസ്സുള്ള സിയ കുടുംബ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷയാകുന്നു. സിയ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതാണെന്ന് സിയയുടെ അനുജത്തിയിൽ നിന്ന് അറിയാൻ കഴിയുന്നു. പോലീസ് അന്വേഷണം 2-3 മാസം കൊണ്ട് പൂർത്തിയാക്കി ഇതൊരു കോൾഡ് കേസായി ഇത് ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആലിയ കേശവൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയെക്കുറിച്ച് അറിയുന്നത്. സിയെ കണ്ടെത്താൻ ആലിയ കേശവൻ്റെ സഹായം തേടുന്നു. സിയ ജീവിച്ചിരിപ്പുണ്ട് എന്ന പ്രതീക്ഷ എല്ലാവരും കൈവിട്ടു, ആലിയ ഒഴികെ എല്ലാവരും. ആരാണ് സിയെ തട്ടിക്കൊണ്ടുപോയത്? എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത്? മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കുട്ടി അപ്രത്യക്ഷയായത്? സിയയ്ക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്ന വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് പിന്നിൽ കുടുംബത്തിലെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? അതോ തട്ടിക്കൊണ്ടുപോയത് ഒരാളുടെ മാത്രം കരവിരുതാണോ? അവളെ ജീവനോടെ കണ്ടെത്താനാകുമോ? ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഒരു സാരാംശമാണ് ഈ കഥ. ഒരു CB നോവൽ ആയതിനാൽ തന്നെ ഇതിവൃത്തത്തിലെ നിഗൂഢതയും റൊമാൻറ്റിക് അടിവരയോടൊപ്പം കൈകോർക്കുന്നു. ബാച്ചിലറായ കേശവ് വിവാഹിതയും എന്നാൽ അതൃപ്തമായ വിവാഹ ജീവിതം നയിക്കുന്ന ആലിയുമായി പ്രണയത്തിലാകുന്നു. ഈ നോവൽ എനിക്കിഷ്ടപ്പെട്ടത് പരമ്പരാഗത ഘടകങ്ങളുമായി രചയിതാവ് അനായാസമായി സംയോജിപ്പിക്കുന്ന സമകാലിക സ്പർശമാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ ഫിക്ഷൻ പകരം ഒരു യഥാർത്ഥ ജീവിതകഥ വായിക്കുകയാണോ എന്ന് തോന്നി. അവിടെയാണ് രചയിതാവിൻ്റെ വിജയം. കാണാതായ കുട്ടിയെക്കുറിച്ചുള്ള അമ്മയുടെ വേദനയും സ്നേഹവും യാഥാർത്ഥ്യമായി തോന്നി. അതുപോലെ ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും കിട്ടാത്ത ഒരു ഭാര്യയുടെ വേദനയും. കഥാകൃത്ത് വളരെ ലളിതമായ ഭാഷയിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്ര വലിയ നൈപുണ്യമില്ലാത്തവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നോവൽ എഴുതിയിട്ടുള്ളത്. 400 Daysൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ സസ്പെൻസ് എന്നതിൽ സംശയമില്ല. ഈ നോവൽ വായിച്ചു കഴിഞ്ഞിട്ടും എന്നിൽ തങ്ങി നിൽക്കുന്ന ഒരു വരിയാണ്, ചിലപ്പോൾ സ്നേഹമെന്നാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി വിട്ടുകൊടുക്കുക എന്നതാണ്. എനിക്ക് ഈ നോവൽ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ആസ്വദിച്ചാണ് ഇത് വായിച്ചത്. തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും.